ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെയും മഹിയെയും ഒരുമിച്ചിരുത്തി ഊഞ്ഞാലടിച്ച് തോമസ് ഡോക്ടർ ആ വലിയൊരു കടം വീട്ടുന്നുണ്ട്. തുടർന്ന് ഒരു കാരണവശാലും കണ്ണനെ നടക്കാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ രണ്ടുപേരുടെയും ശത്രുക്കൾ അറിയാൻ പാടില്ല. അതുകൊണ്ട് വീൽചെയറിൽ തന്നെ സഞ്ചരിക്കണമെന്ന് വൈദ്യൻ പ്രത്യേകം അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാഗരനാണെങ്കിൽ കണ്ണൻ നടന്നു വരുന്നത് കണ്ട് എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നു. എന്നിൽ നിന്നും മറ്റാരും ഇതറിയില്ല എന്ന് സാഗർ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചെക്കപ്പിനായിട്ട് ഇവിടേക്ക് വരേണ്ടി വരുമെന്നും ഡോക്ടർ കണ്ണനോടും മഹിയോടും പറയുന്നുണ്ട്. അങ്ങനെ അവർ തോമസ് ഡോക്ടറോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. നേരെ അവർ മഹാലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. കണ്ണൻ വീൽ ചെയറിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് മോഹിനിയാണെങ്കിൽ അയ്യോ, കണ്ണൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ലല്ലോ, തൃക്കാർത്തിക ദിവസം കണ്ണൻ്റെ കാര്യത്തിൽ അത്ഭുതം സംഭവിക്കുമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് എന്നെല്ലാം ആലോചിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. തുടർന്ന് മോഹിനി കണ്ണനെയും മഹാലക്ഷ്മിയെയും അകത്തേക്ക് സ്വീകരിക്കുന്നു. തുടർന്ന് എന്താ മോളെ, മോൻ്റെ പിറന്നാളിന് മോൻ്റെ കാര്യത്തിൽ അത്ഭുതം ഉണ്ടാവുമെന്നല്ലേ തോമസ് ഡോക്ടർ പറഞ്ഞിട്ട്, എന്നിട്ടും മോൻ വീൽ ചെയറിൽ തന്നെയാണല്ലോ എന്ന് മോഹിനി സങ്കടത്തോടെ ചോദിക്കുമ്പോൾ എല്ലാം പറയാമേ, അമ്മ അകത്തേക്ക് വായെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ മോഹിനിയും കണ്ണൻ്റെയും മോഹിയുടെ ഒപ്പം അകത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് മഹി പറയുന്നുണ്ട്, തോമസ് ഡോക്ടറും പിന്നെ സിദ്ധിയായിട്ടുള്ള അമ്മയും പറഞ്ഞതെല്ലാം സത്യമായി അമ്മയെന്ന് മഹി പറയുമ്പോൾ മോഹിനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. തുടർന്ന് കണ്ണൻ വീൽ ചെയറിൽ മോഹിനി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഇവിടെ ഇല്ലെങ്കിലും അയലത്തുകാരൊന്നും കാണണ്ട എന്ന് കരുതിയിട്ടാണ് കണ്ണേട്ടൻ നടന്നു വരാതിരുന്നത്. കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ കാര്യം ആരും അറിയരുതെന്ന് തോമസ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്നും കരുതിയെന്ന് മഹി പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മോഹിനിയുടെ. തുടർന്ന് നടന്നതെല്ലാം മഹി അമ്മയോട് പറയുന്നു. ചെറിയൊരു മുടന്തുണ്ട്, അത് സാവകാശം മാറുമെന്നാണ് തോമസ് ഡോക്ടർ പറഞ്ഞത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എൻ്റെ മോളുടെ കണ്ണീര് ദൈവങ്ങൾ കണ്ടല്ലോ, ഇനി മോനെ കളിയാക്കിയവരുടെ മുന്നിൽ കാലുകൾ നിലത്തുറപ്പിച്ച് നടന്ന് കാണിക്കണമെന്നെല്ലാം മോഹിനി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ഇനി ഒരാഗ്രഹം കൂടി അമ്മയ്ക്ക് ബാക്കിയുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്നെല്ലാം മോഹിനി പറയുമ്പോൾ അതെല്ലാം നടക്കും അമ്മേ, ഇപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ 100% വിശ്വാസമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് വീട്ടിലെത്തുന്ന സാഗരാണെങ്കിലും മഞ്ജുവിനോട് ആ സന്തോഷ വാർത്ത അറിയിക്കുന്നു. കണ്ണൻ സാറ് നടന്നു വരുന്ന കണ്ടു എന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജുവിനാണെങ്കിലും എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട്. കണ്ണേട്ടന് ഇത്രയും പെട്ടെന്ന് നടക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല, എനിക്ക് കണ്ണേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ നമ്മൾ കുറച്ച് പേർക്കല്ലാതെ ഇത് വേറെ ആർക്കും അറിയില്ല, അതുകൊണ്ട് വീൽ ചെയറിൽ തന്നെയായിരിക്കും കണ്ണൻ സാറ് സഞ്ചരിക്കുക. ആ മേഘനെ പോലുള്ളവരെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല, എന്തായാലും എന്നെല്ലാം സാഗർ പറയുമ്പോൾ എന്നാലും കണ്ണേട്ടൻ നടന്നു വരുന്നത് എനിക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് മഞ്ജു പറയുമ്പോൾ അതിന് വഴിയുണ്ടാക്കാം, നീ സമാധാനിക്കും മഞ്ജു എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗരം. ഇതേ സമയം പ്രതാപനും മുത്തശ്ശിയും ആണെങ്കിൽ ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ മഹിയാണെങ്കിൽ കണ്ണന് വീടെല്ലാം ചുറ്റി നടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ടും വീൽ ചെയറിലായിരുന്നത് കൊണ്ട് തന്നെ കണ്ണന് അതൊന്നും വീടൊന്നും ചുറ്റി നടന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് മോഹിനി വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപനും മുത്തശ്ശിയെയും കണ്ട് പരിഭ്രമിച്ച് മോഹിനി അവിടെ നിന്ന് അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ്റെയും മഹിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, പ്രതാപേട്ടനും മുത്തശ്ശിയും വന്നു, ഇനി പെട്ടെന്ന് എവിടെയെങ്കിലും കയറിയിരിക്കാനൊക്കെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് മഹിയാണെങ്കിലും ശരിക്കും പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് പ്രതാപനാണെങ്കിലും മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മേ നമ്മൾ വന്നപ്പോൾ തന്നെ അവൾ എന്താ അകത്തേക്ക് ഓടിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ അതാടെ പ്രതാപ ഞാനും ആലോചിക്കുന്നതെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ അവർ അകത്ത് കയറുന്നതും കണ്ണൻ്റെ വീൽ ചെയറിൽ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇത് ഇവിടെ ഇരിക്കണമെങ്കിൽ അവൻ എവിടേക്ക് പോയി, ഇനി അവനെങ്ങാനും നടന്നു തുടങ്ങിയോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ചങ്കിൽ കുത്തുന്ന വർത്തമാനമൊന്നും പറയാതെ പ്രതാപ, ഇത്ര പെട്ടെന്ന് നടന്നു തുടങ്ങിയണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതവും സംഭവിക്കണം, അതൊന്നും ആയിരിക്കില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അമ്മേ, അത്രയ്ക്ക് ജീവനുള്ള അയ്യപ്പ വിഗ്രഹമല്ലേ അവളുടെ കൂടെയുള്ളത്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് മുത്തശ്ശിയോട്. കണ്ണനും മഹിയാണെങ്കിൽ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണിൽ പെടാതെ അവിടെ താഴെ തന്നെയുള്ളൊരു മുറിയിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയം മോഹിനി പ്രതാപൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഞങ്ങളെ കണ്ടപ്പോൾ പരിഭ്രമിച്ച് ഓടിയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയതാണ് എന്നെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് മോഹിനി.
അപ്പോൾ കണ്ണനും ലക്ഷ്മിയും വന്നിട്ടുണ്ടോ, എന്നിട്ട് അവരെവിടെ, കണ്ണൻ്റെ വീൽ ചെയറിൽ ഇവിടെ ഉണ്ടല്ലോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ, വീൽ ചെയറിൽ ഇല്ലാതെ അവന് സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ, അവർ രണ്ടുപേരും ഊണ് കഴിഞ്ഞ് നല്ല മയക്കത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ മോഹിനി. അപ്പോൾ പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല, അവർക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ നിന്നും പോയ തക്കം നോക്കി മോഹിനിയാണെങ്കിൽ ആ വീൽ ചെയർ കണ്ണൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തവണ പ്രതാപനും മുത്തശ്ശിയും കാര്യങ്ങളൊന്നും അറിയാതെ അവർ രക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മോഹിനിയോട് യാത്ര പറഞ്ഞ് കണ്ണനും മഹിയും ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ വീണ്ടും വീൽ ചെയർ തന്നെ സഞ്ചരിക്കുന്നു. കാറിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടുന്നതൊക്കെ കാണുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും അവർക്ക് മനസ്സിലെ സംശയങ്ങളൊക്കെ മാറുകയാണ്. ഇല്ല, കണ്ണന് കാലിന് ചലനശേഷിയൊന്നും കിട്ടിയിട്ടില്ല, അവൻ പഴയതുപോലെ തന്നെ വീൽ ചെയറിൽ തന്നെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുകയാണ്. അങ്ങനെ കണ്ണനും മഹിയും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നു. അപ്പോൾ ലേഖയ്ക്കാണെങ്കിലും കണ്ണൻ നടന്നു വരുന്നത് കണ്ട് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തെന്നില്ലാതെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ ലേഖയ്ക്ക്. അങ്ങനെ കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിച്ചതിന് ശേഷം കണ്ണനും മഹിയും നേരെ കമലേശ്വരത്ത് എത്തുന്നു. അപ്പോൾ അവിടെ എത്തുന്നതും കരുണയും ഉണ്ണിയും ദുർഗയാണെങ്കിൽ കണ്ണനെയും മഹിയെയും കൊത്തു വലിക്കാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചികിത്സ കൊണ്ട് നിനക്ക് ഒരു പുരോഗതി ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കണ്ണ ഇത്രയും പണം മുടക്കി മാസം തോറും അവിടേക്ക് ചികിത്സയ്ക്കെന്നും പറഞ്ഞ് പോകുന്നത് എന്നെല്ലാം ദുർഗ കുത്തി ചോദിക്കുമ്പോൾ, അതിന് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കണ്ണൻ. കണ്ണേട്ടൻ്റെ വലതുകാലിൻ്റെ ചെറിയൊരു ചലനം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുപോലെ ഇടതുകാലിനെയും ചെറിയ ചലനം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കണ്ണേട്ടനെയും കൊണ്ട് അവിടേക്ക് പോകുന്നത് എന്ന് മഹി പറയുമ്പോൾ, ഇയാളെ എഴുന്നേറ്റ് നടക്കും എന്നുള്ളത് നിൻ്റെ വെറും ഒരു സ്വപ്നം മാത്രമാണിതേ. എൻ്റെ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊന്നതിൻ്റെ പാപവും നിൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. എനിക്കും ഉണ്ണിയേട്ടനും ഇനിയും കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഒരു പ്രയാസവും ഇല്ല. പക്ഷേ നിൻ്റെ കാര്യം അങ്ങനെയൊന്നുമല്ല, നിനക്ക് ഈ ജന്മം ഒരമ്മയാകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സകല നിയന്ത്രണവും വിടുന്ന മഹിയാണെങ്കിൽ കരുണയുടെ കരണ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഉണ്ണിയും ദുർഗയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിന്ന് പോവാണ്. നിൻ്റെ കുഞ്ഞിൻ്റെ കൊലപാതകം നീ തന്നെയാണ്, പിന്നെ നീ ഇങ്ങനെ അധികം അഹങ്കരിക്കേണ്ട കരുണേ. ആർക്ക് കുഞ്ഞ് ജനിക്കും ആർക്ക് കുഞ്ഞ് ജനിക്കില്ല എന്നെല്ലാം അതിനെക്കുറിച്ചെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് തടയാനൊന്നും ആർക്കും കഴിയില്ല, അത് നീ മനസ്സിൽ കുറിച്ചിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മഹി നല്ല മറുപടി തന്നെ കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രതാപനാണെങ്കിൽ കരുണയെ വിളിച്ച് പറയുന്നുണ്ട്, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് കണ്ണൻ്റെ വീൽ ചെയറിൽ ഇവിടെ ഇരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം അവരെ ഒന്ന് വാച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ, അവൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മോളും ഉണ്ണിയും പ്രത്യേകം ഒന്ന് വാച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ സകല നിയന്ത്രണവും വിടുകയാണ്, ശരിക്കും സമനില തെറ്റി പോകുന്നുണ്ട്. ഇനി എങ്ങാനും കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിക്കാണുമോ എന്നുള്ള ഒരു ഇനി അതുകൂടി ഇനി ബാക്കിയുള്ളൂ കേൾക്കാനായിട്ട് എന്നാലോചിച്ച് ശരിക്കും മാനസിക നില തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ കരുണയുടെ. അപ്പം നമുക്ക് മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്